കേരളം ഉറ്റുനോക്കുന്ന നിയമമണ്ഡലത്തിൽ ഇക്കുറി അപ്രതീക്ഷിത അട്ടിമറി നടക്കുമെന്ന് അവകാശപ്പെട്ട് കോൺഗ്രസ് സൈബർ ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്ന കുറിപ്പ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയാകുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ബി.ജെ.പിയും സി.പി.എമ്മും മേധാവിത്വം പുലർത്തിയ മണ്ഡലത്തിൽ ഇത്തവണ യു.ഡി.എഫ് സ്ഥാനാർത്ഥി കെ.എസ്. ശബരിനാഥൻ വിജയക്കൊടി പാറിക്കുമെന്നാണ് ഈ നിയമം ഇലക്ഷൻ റിപ്പോർട്ട് അവകാശപ്പെടുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് നില പരിശോധിച്ചാൽ യു.ഡി.എഫ് 3-ാം സ്ഥാനത്താണെങ്കിലും പുതിയ വോട്ടർ പട്ടികയിലെ മാറ്റങ്ങൾ ശബരിനാഥന് തുണയാകുമെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. മണ്ഡലത്തിൽ നിന്ന് ഏകദേശം 34,000 വോട്ടുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ 20,000 മുതൽ 22,000 വരെ വോട്ടുകൾ ബി.ജെ.പിയുടേതാണെന്നാണ് കണക്കുകൂട്ടൽ. എൽ.ഡി.എഫിന് 10,000 വോട്ടുകൾ വരെ നഷ്ടപ്പെടുമ്പോൾ യു.ഡി.എഫിന് കേവലം 3,000 വോട്ടുകളുടെ കുറവ് മാത്രമേ വരുന്നുള്ളൂ. ഇതോടെ 3 മുന്നണികളും തുല്യശക്തികളായി മാറുകയും ശബരിനാഥൻ 22% നിന്ന് 40%-ലേക്ക് കുതിക്കുമെന്നും കുറിപ്പ് അവകാശപ്പെടുന്നു. ബി.ജെ.പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന് മണ്ഡലത്തിലുള്ള സ്വീകാര്യത കുറവാണ് യു.ഡി.എഫ് പ്രധാന വിജയഘടകമായി കാണുന്നത്. മലയാളം സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടും വോട്ടർമാർക്ക് എളുപ്പത്തിൽ സമീപിക്കാൻ കഴിയാത്ത അപ്രോച്ചബിൾ അല്ലാത്ത വ്യക്തി എന്ന ഇമേജും രാജീവിന് തിരിച്ചടിയാകും. ബി.ജെ.പിക്കുള്ളിലെ ഗ്രൂപ്പ് പോരും അണികൾക്കിടയിലെ അതൃപ്തിയും കാരണം വോട്ടുകൾ ശബരിനാഥനിലേക്ക് മറിയാൻ സാധ്യതയുണ്ടെന്നും കുറിപ്പ് വ്യക്തമാക്കുന്നു. മന്ത്രി വി ശിവൻകുട്ടി ഇക്കുറി 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നാണ് കോൺഗ്രസ് ഗ്രൂപ്പുകളുടെ പ്രവചനം. മന്ത്രി അപ്പൂപ്പൻ ഇനി വിശ്രമിക്കട്ടെ എന്ന വികാരം പാർട്ടി അണികൾക്കിടയിൽ പോലുമുണ്ടെന്നാണ് ഇവരുടെ പരിഹാസം. ഭരണവിരുദ്ധ വികാരത്തിന് പുറമെ കഴിഞ്ഞ തവണ ശിവൻകുട്ടിയെ തുണച്ച ന്യൂനപക്ഷ വോട്ടുകൾ ഇക്കുറി ശബരിനാഥനിലേക്ക് ഏകീകരിക്കപ്പെട്ടുവെന്നും ഇത് എൽ.ഡി.എഫിനെ കിതപ്പിക്കുമെന്നും റിപ്പോർട്ട് പറയുന്നു. നിയമമണ്ഡലത്തിൽ തന്നെ താമസിക്കുന്ന വ്യക്തി എന്നതും ജി കാർത്തികേയന്റെ മകൻ എന്ന നിലയിലും സ്വീകാര്യതയും ശബരിനാഥന് മുതൽക്കൂട്ടാകും. മണ്ഡലത്തിലുടനീളം നടത്തിയ നിരന്തരമായ സമ്പർക്ക പരിപാടികൾ പോസിറ്റീവ് തരംഗമുണ്ടാക്കിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി.പി.എമ്മിനെ തോൽപ്പിക്കാൻ ബി.ജെ.പിക്ക് വോട്ട് ചെയ്തവർ പോലും ഇത്തവണ നിയമസഭയിലേക്ക് ശബരിനാഥനെ പിന്തുണയ്ക്കുമെന്നാണ് സർവേ ഫലം എന്ന രീതിയിൽ കുറിപ്പ് പ്രചരിക്കുന്നത്. ഈ രാഷ്ട്രീയ സമവാക്യങ്ങൾ ശരിയായാൽ ശബരിനാഥൻ നിയമം പിടിച്ചെടുക്കും. അഥവാ പ്രവചനങ്ങൾ പാളിയാൽ പോലും 32% വോട്ടുമായി ശബരിനാഥൻ 2-ാം സ്ഥാനത്തെത്തുമെന്നും ശിവൻകുട്ടി 3-ാം സ്ഥാനത്തേക്ക് പോകുമെന്നുമാണ് കുറിപ്പിലെ അന്തിമ നിഗമനം. വട്ടിയൂർക്കാവ് മോഡലിൽ ഒരു അട്ടിമറി നേമത്തും ആവർത്തിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് നില: ബി.ജെ.പി 43.9%, എൽ.ഡി.എഫ് 36.3%, യു.ഡി.എഫ് 19.7%. ബി.ജെ.പി ഭൂരിപക്ഷം 8,600, യു.ഡി.എഫുമായുള്ള വ്യത്യാസം 27,000. ഇനി എസ്.ഐ.ആർ കണക്കുകൾ പരിശോധിക്കാം. മൊത്തം ഡിലീറ്റ് ചെയ്ത വോട്ടുകൾ ഏകദേശം 34,000. മുന്നണികളെ എങ്ങനെ ബാധിക്കും? കുറയുന്ന വോട്ടുകൾ: ബി.ജെ.പി 20,000 മുതൽ 22,000 വോട്ട് വരെ കുറവ് വരും. എൽ.ഡി.എഫ് 8,000 മുതൽ 10,000, യു.ഡി.എഫ് 3,000 മുതൽ 4,000. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കിയാൽ 3 മുന്നണികളും കണക്കുകളിൽ തുല്യശക്തികളാകുന്നു. ഇവിടെയാണ് 22% നിന്ന് ശബരിനാഥൻ 40%-ലേക്ക് കുതിക്കുക. നിയമമണ്ഡലം എന്നത് വട്ടിയൂർക്കാവ് പോലെ തന്നെ പൂർണ്ണമായും തിരുവനന്തപുരം കോർപ്പറേഷനിലെ 22 വാർഡുകളുടെ സംയോജനത്തിലൂടെ ഉണ്ടായതാണ്. ബി.ജെ.പിക്ക് അപ്പർ ഹാൻഡ് ഉണ്ടെന്ന് വിചാരിക്കുന്ന വാർഡുകളാണ് എല്ലാം. പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ ബി.ജെ.പിക്കും സി.പി.എമ്മിനും നല്ല നിലയിൽ സംഘടനാ സംവിധാനവും കോൺഗ്രസിന് സ്വാഭാവികമായ സംഘടനാ സംവിധാനവുമാണുള്ളത്. പൂർണ്ണമായും നഗരസഭാ പരിധിയിലുള്ള വാർഡുകളായതുകൊണ്ട് തന്നെ മിഡിൽ ക്ലാസിന് മുകളിലേക്കുള്ള ആളുകളാണ് കൂടുതൽ. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സി.പി.എം ജയിച്ച പാറ്റേൺ പഠിച്ചു നോക്കുക. കെ മുരളീധരൻ 36,524 വോട്ടുകൾ പിടിച്ചപ്പോൾ തന്നെ മണ്ഡലത്തിന്റെ സ്വഭാവം മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഒറ്റടിക്ക് മുരളിക്ക് 22,000 വോട്ട് കൂടിയതും 15,000 വോട്ട് ബി.ജെ.പിക്കും 7,000 വോട്ട് സി.പി.എമ്മിനും കുറഞ്ഞതും. അതായത് കോൺഗ്രസ് നല്ലൊരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുകയും വിവിധ ഘടകങ്ങൾ അനുകൂലമാക്കുകയും ചെയ്താൽ മണ്ഡലത്തിൽ വിജയിക്കാൻ പറ്റുമെന്ന് സാരം. കഴിഞ്ഞ തവണ ശിവൻകുട്ടി ജയിച്ചത് സി.പി.എമ്മിന്റെ കേഡർ വോട്ടുകൾ പ്ലസ് മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണത്തിലൂടെയായിരുന്നു. പക്ഷേ ഇത്തവണ ആ ട്രെൻഡ് ആയിരുന്നില്ല മണ്ഡലത്തിൽ. ബി.ജെ.പി ആകട്ടെ മൊത്തം 22 വാർഡിൽ 17 വാർഡിൽ വിജയിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതെങ്കിലും സ്ഥിതി വ്യത്യാസമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി.പി.എം സ്ഥാനാർത്ഥികളെ തിരഞ്ഞുപിടിച്ച് തോൽപ്പിക്കുക എന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു പൊതുവികാരമായിരുന്നു. അതിനുവേണ്ടി ഏറ്റവും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക എന്നതായിരുന്നു എല്ലാ വിഭാഗം ആളുകളുടെയും തീരുമാനം. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ ഗണ്യമായുള്ള വാർഡുകളിൽ പോലും ബി.ജെ.പി ജയിച്ചിട്ടുണ്ടെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. സി.പി.എം ആകട്ടെ അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ മാത്രമാണ് ജയിച്ചത്, അതും ശക്തമായ പോരാട്ടം നടത്തിയും. ബി.ജെ.പിക്ക് വോട്ട് ചെയ്യുക എന്ന ട്രെൻഡിൽ നിയമസഭാ ഇലക്ഷനിൽ മാറ്റം വന്നു എന്നതാണ് ആദ്യത്തെ കാര്യം. അതിന് പ്രധാന കാരണം രാജീവ് ചന്ദ്രശേഖർ എന്ന സ്ഥാനാർത്ഥി തന്നെയാണ്. ബി.ജെ.പിക്കുള്ളിലെ ഗ്രൂപ്പുകളുടെ തമ്മിലടിയും പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥി മലയാളം അറിയാത്തവൻ തുടങ്ങി അവസാനം തുണിയിടാത്ത സ്വാമിയെ സ്വീകരിച്ചതുവരെയുള്ള സംഗതികൾ മണ്ഡലത്തിൽ വിഷയങ്ങളായിട്ടുണ്ട്. മാത്രമല്ല ബി.ജെ.പിക്കാർക്ക് പോലും തീരെ അപ്രോച്ചബിൾ അല്ലാത്ത വ്യക്തി എന്ന ഇമേജും രാജീവ് ചന്ദ്രശേഖറിന് ദോഷം ചെയ്തിട്ടുണ്ട്. അടുത്തത് വി ശിവൻകുട്ടിയാണ്. അദ്ദേഹത്തിന്റെ പ്രായം വലിയൊരു വിഷയമാണ്. മന്ത്രി അപ്പൂപ്പൻ ഇനി വീട്ടിലിരിക്കട്ടെ എന്നതാണ് സി.പി.എമ്മുകാർ പോലും പറഞ്ഞു നടന്നിരുന്നത്. മാത്രമല്ല സി.പി.എമ്മിനുള്ളിൽ നിന്നും ശക്തമായ വോട്ട് ചോർച്ച ഉണ്ടായതും ശിവൻകുട്ടിയെ 3-ാം സ്ഥാനത്തെത്തിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല.
ഈ ഘടകങ്ങളെല്ലാം ശബരിനാഥനെ സംബന്ധിച്ച് പോസിറ്റീവായി മാറും. മാത്രമല്ല, വോട്ട് ലഭിക്കാൻ 100% സാധ്യതയുള്ള എല്ലായിടത്തും പരമാവധി തവണ ശബരിനാഥൻ നേരിട്ടും അല്ലാതെയും എത്തിയത് മണ്ഡലത്തിലുള്ളവർ പോസിറ്റീവായാണ് കരുതുന്നത്. മണ്ഡലത്തിൽ തന്നെ താമസിക്കുന്ന ആളെന്ന ഇമേജും കാർത്തികേയന്റെ മകനെന്ന ഇമേജും ഒക്കെ ശബരിനാഥനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. CPM-നെ പരാജയപ്പെടുത്തുക എന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വികാരം മണ്ഡലത്തിലൊട്ടാകെ ഇപ്പോഴും നിലനിൽക്കുന്നതുകൊണ്ടും BJP-യിലെ പ്രാദേശിക നേതാക്കൾ പോലും രാജീവിന് വോട്ട് ചെയ്യരുത്, ശബരിക്ക് ചെയ്യണമെന്ന് വീടുകയറി പ്രചാരണം നടത്തിയതുകൊണ്ടും ഒപ്പം സർക്കാർ വിരുദ്ധ വികാരവും ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി എന്ന വിന്നബിലിറ്റി ഫാക്ടറുമെല്ലാം ചേരുമ്പോൾ ശബരിനാഥൻ ജയിക്കുക തന്നെ ചെയ്യും. പിന്നെ മുസ്ലിം ന്യൂനപക്ഷ വോട്ടും കോൺഗ്രസിലേക്ക് ഏകീകരിക്കപ്പെട്ടിട്ടുണ്ടെന്നതും ഇതിലേക്ക് ചേർത്ത് വെക്കേണ്ടതാണ്. ഇതൊക്കെയും ഞങ്ങളുടെ സർവേയും ഭാഗമായി മണ്ഡലത്തിലെ ജനങ്ങളിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കിയവയാണ്. ഇപ്പറഞ്ഞതൊന്നും നടന്നില്ല എങ്കിൽ ശബരിനാഥൻ 32% വോട്ടുമായി 2ാം സ്ഥാനത്തുണ്ടാകും. 3ാം സ്ഥാനത്ത് ശിവൻകുട്ടിയും, അതായത് നേമത്ത് BJP ജയിക്കുമെന്ന്. പക്ഷേ ഇതുവരെയുള്ള റിപ്പോർട്ടിൽ അത് ഒരിക്കലും സംഭവിക്കില്ല. ഇങ്ങനെയാണ് ആ കുറിപ്പ്. അതായത് നേമത്ത് ഒന്നെങ്കിൽ കോൺഗ്രസ് അല്ലെങ്കിൽ BJP. ഇതാണ് കുറിപ്പ് പങ്കുവയ്ക്കുന്ന വികാരം.